ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം നൽകിയിരിക്കുന്നത്. ആണ്ടവർക്ക് നമ്മെ സ്തുതിക്കാം, അവനെ നമുക്ക് വണങ്ങാം. ആണ്ടവർ നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 44 നമ്മൾ പോവുകയാണ്. എപ്പിസോഡ് 44 എന്ന ആണ്ടവർ നമ്മുടെ പേശ് നമുക്ക് പാക്കലാം. നമ്മൾ എഫെസ്യ ലേഖനം 5 അധ്യായം 26 തൊട്ട് നമ്മൾ താഴോട്ട് വാസിച്ചിടാം. 26 വാക്യത്തിൽ എന്നെ വായിക്കും. നമ്മൾ നേരത്തെ വായിച്ചതാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടെ നമ്മൾ വാസിച്ചിട്ട് മുന്നോട്ട് പോയിടാം. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് ഇങ്ങ ആണ്ടവർ എന്നത് ஆண்டவராய இயேசு கிறிஸ்து சபையை என்ன பண்ணியாச்சு, என்ன இங்க சொல்லிக்க, அவளே വചനത്തോടു കൂടി ജലസ്നാനത്താൽ, ആണ്ടവരായ യേശു ക്രിസ്തു വചനത്തിന്റെ ജലസ്നാനത്താൽ അവളെ എന്നെ ശുദ്ധീകരിക്കുക, അവളെ ശുദ്ധീകരിച്ചിരിക്കുക, വിശുദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ അവൾ പവിത്രയായിരിക്കും. അന്നേരം അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഞാൻ ചൊല്ലിയാച്ചേ. എന്നാൽ 27 വാക്യം തൊട്ട് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ വാസിക്കുന്നത്, എന്ന കറ ചുളക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായും തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്നതിനെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് 2 കാര്യം ഞാൻ നേരത്തെ ചൊല്ലിയാച്ചേ. കറ ചുളക്കം, അതായത് നമ്മളിൽ പാപത്തിന്റെ കറ ഇരിക്കെ അത് വെടിപ്പാക്കി കൊടുത്താച്ച. അത് എപ്പടി വെടിപ്പാക്കി കൊടുത്ത് നേരത്തെ മുൻ വാക്യത്തിലെ 26 വാക്യത്തിലെ നമ്മൾ വാസിച്ചാച്ച. എപ്പടി വാസിച്ചാച്ചത്? ഏത് വെള്ളത്താൽ അവ ശുദ്ധീകരിച്ചിരിക്കേ? അതായത് നമ്മൾ 26 വാക്യത്തിൽ പകരം അവൾ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഏത് ജലസ്നാനത്താൽ? വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു വചനത്താൽ അവളെ ശുദ്ധീകരിച്ച്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചൊല്ലിയത് മാതിരി എന്നേക്ക് നമ്മളിലെ കറയിരിക്കെ നമ്മൾക്ക് ആണ്ടവർ ഈ ചുമ്മാ ഏതെങ്കിലും തണ്ണിയിലെ അപ്പടി കഴുകിയതല്ല. അത് വിശുദ്ധ നല്ല തണ്ണിയിൽ താൻ അവൻ കഴുകിയാച്ചേ. ആ കഴുകിയത് കൊണ്ട് എന്നെ പറ്റി അതിലെ കറയെല്ലാം പോയാച്ചേ. ആ കറ പോകണം. കറ പോവാതെ പറ്റാതെ നമ്മൾ ഒരു കറയുള്ള ഉടുപ്പ്, ഞാൻ നേരത്തെ ചൊല്ലി, കറയുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഫ്രണ്ടിൽ ഒരു വലിയ കറയിരിക്കുക, അത് എപ്പോഴും നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റും. അതുമാതിരി താൻ നമ്മുടെ ഹൃദയം, അതായത് ഫ്രണ്ട് നമ്മുടെ ഹൃദയത്തിൽ കറയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആണ്ടവരെ നമുക്ക് നമിക്കാൻ പറ്റും. ആണ്ടവരുടെ മുന്നിൽ നമുക്ക് പോകാൻ പറ്റും. മറ്റ് ആൾക്കാർ നമ്മളെ പാക്കുമ്പോൾ നമ്മുടെ കറയെ அப்படியே തിരിഞ്ഞിടും. അതുകൊണ്ട് എന്നാ പറയണം? കറ അത് മാറ്റണം. അത് മറ്റുമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാ? ചുളുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വാസിച്ച പോലെ ചുളുക്കം എന്ന് തന്നെ പറഞ്ഞാൽ, അതായത് തുണി നനച്ചു കഴിഞ്ഞാൽ തുണിയെല്ലാമേ ചുളുങ്ങിയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് വാസിച്ച് പാക്കും. നിങ്ങൾ ഒരിടത്ത് പോയിടുക, അങ്ങേ പോകുമ്പം ചുളുങ്ങിയ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ എപ്പടി ഇരിക്കും? எல்லாமே கம்ப்ளீட் சுருங்கி அப்படி இருந்தே നമ്മൾ எப்படி இருக்கும்? നമുക്ക് അത് ആൾക്കാർ பார்க்குമ്പോഴേ അത് നമുക്കൊരു അപ്പിയറൻസ് ഇല്ല. അതായത് ആണ്ടവർ നമ്മൾ എന്നാ പണിയാച്ചേ, നമ്മുടെ കറയെല്ലാം കറ മാറ്റിയെന്ന് മാത്രമല്ല, എന്നെ പറ്റി നമ്മുടെ ചുളുക്കം, അതായത് നമ്മളിലുള്ള എല്ലാ പ്രോബ്ലംസും അത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാമേ നീക്കി എന്നാക്കിയിരിക്കുകയും ഇവിടെ പറയുന്ന മുതലായത് ഒന്നുമില്ലാതെ അതായത് ഒന്നും അങ്ങ് കാണാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി 2 കാര്യം ഒന്ന് ശുദ്ധയാക്കിയാച്ച്. കറയും ചുളുക്കവും മാറിക്കഴിഞ്ഞാൽ ശുദ്ധയാവുമോ? ഇങ്ങനെ ആണ്ടവർ சொல்றது അവളെ ശുദ്ധയാക്കിയാച്ച്. അതേ വിശുദ്ധി അവർക്ക് കൊടുത്താച്ച്. ഒന്ന് ശുദ്ധയാക്കിയാച്ച്, 2 നിഷ്കളങ്ക, അതായത് ഒരു കറയുമേ ഇല്ല. അല്ലെങ്കിൽ അവൾ പ്യൂർ ഹാർട്ട്, അല്ലെങ്കിൽ അവൾക്ക് ഒരു നല്ല ഹൃദയം അവൾക്ക് കൊടുത്താച്ച്. നിഷ്കളങ്ക എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയം, അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ ഒരു കറയുമില്ലാതെ അവൾ നല്ല സ്നേഹത്തിൽ വളരുവാൻ തക്കോണം, അല്ലെങ്കിൽ സ്നേഹത്തിൽ പെരുമാറുവാൻ തക്കോണം അവളെ ശുദ്ധയാക്കിയാച്ച്.
ഇന്നലെ കറയും ചുളുക്കവും മാറ്റി എന്ന് മാത്രമല്ല, നമ്മളെ നിഷ്കളങ്കിയാക്കിയാച്ചേ, നമ്മളെ ശുദ്ധിയാക്കിയാച്ചേ. എന്നിട്ട് ആണ്ടവരായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തു എന്നാ പണിയാച്ചേ? നമ്മുടെ കറ, നമ്മുടെ ചുളുക്കം, അത് മാത്രമല്ല മൂന്നാമത്തെ കാര്യം, നമ്മളെ നിഷ്കളങ്കയാക്കിയാച്ചേ. നിഷ്കളങ്ക മാത്രമല്ല, നമ്മളെ ശുദ്ധിയാക്കിയാച്ചേ. അപ്പൊ 4 കാര്യം നമ്മൾ വാസിച്ചാച്ചേ. അത് തന്നെയല്ല, തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അത് എന്തിനാ അപ്പടി ചെയ്ത്? തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അതായത് ആണ്ടവര് ഈ പൊണ്ടാട്ടിയെ, അല്ലെങ്കിൽ ഈ സഭയെ താപ്പനായ ആണ്ടവരുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എന്നായിരിക്കണം അത് തേജസ്സോടെ നിൽക്കണം. എല്ലാ കറയും ചുളുക്കവും എല്ലാം ആയിരിക്കും. എപ്പോൾ തേജസ്സായിരിക്കാൻ പറ്റും? അന്നേരം ആണ്ടവർ എന്നാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കറവ് ചുളുക്കവും മാറ്റി നമ്മൾ തേജസ്സോടെ ഇരിക്കണം. അന്നേരം തേജസ്സോടെ മുന്നേറണമെങ്കിൽ നമ്മൾ തേജസ്സോടെ നമ്മൾ ഇരിക്കണം. അത് നമ്മുടെ ഈ അശുദ്ധങ്ങളെല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് തേജസ് കിടക്കുകയുള്ളൂ. അതുകൊണ്ട് തേജസ്കരിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അത് ആർക്ക് വേണ്ടിതാ? തകപ്പനാർക്ക് മുമ്പിൽ തന്നെയല്ല, തൻ്റെ മുമ്പിൽ നിർത്തേണ്ടതിന്. അത് ആണ്ടവർ തൻ്റെ മുമ്പിൽ തൻ്റെ മണവാട്ടി അല്ലെങ്കിൽ തൻ്റെ പൊണ്ടാട്ടി വരുമ്പോൾ അവൾ ശുദ്ധയായിരിക്കണം. അതായത് അതുകൊണ്ട് തന്നെ എങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്ന് നമ്മൾ സബ്ജക്റ്റ് നമ്മൾ വാസിച്ചാച്ച്. അത് നമ്മൾ ഭാര്യമാരുടെ ചുമതല എന്ന് നമ്മൾ കേട്ടാച്ച്, ഭർത്താക്കന്മാരുടെ ചുമതല എന്ന് കേട്ടാച്ച്. അത് മറ്റുമല്ല, അത് ഭാര്യയും ഭർത്താവിനെയും മറ്റേ ചൊല്ലിയിട്ട് ഇപ്പോൾ ആണ്ടവർ എന്നാ പണുവാം? ആണ്ടവരായ യേശു ക്രിസ്തു നമുക്ക് അവനെ തന്നെ നമുക്ക് പ്രസന്റ് പണുക, നമ്മുടെ മുമ്പിൽ നിർത്തുക. നമ്മളെ നിർത്തിയിട്ട് നമ്മളോട് ചൊല്ലുകയാണ്, നിന്റെ കറയും ചുളുക്കവും എല്ലാം മാറ്റി നിന്നെ ശുദ്ധിയാക്കി നിഷ്കളങ്കിയാക്കി നിന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്നാ ചെയ്യുന്നറിയാമോ? അവൻ തന്നെ അവക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് അവക്ക് വേണ്ടി എന്നാ തേവപ്പെടുമോ എല്ലാം അവക്ക് കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തു എല്ലാമേ അവക്ക് എന്നാ തേവപ്പെടുമോ കൊടുത്തു. നമ്മുടെ പൊണ്ടാട്ടിയെ അപ്പടിതാൻ നമ്മൾ പാക്കുക, നമ്മുടെ ഭാര്യയെ അപ്പടിതാൻ നമ്മൾ പാക്കുക. നമ്മുടെ പൊണ്ടാട്ടിയെ നമ്മൾ നേസിക്കുക ഇല്ലയാ? இங்கே ஆண்டவர் சொல்லுது, நீ என்ன பண்ணணும்? ஞான எப்படி എൻ്റെ പൊണ്ടാട്ടിയായ സഭയെ ഞാൻ നേസിച്ചുവോ, എപ്പടി ഞാൻ ശുദ്ധീകരിച്ചുവോ, എപ്പടി ഞാൻ കറ മാറ്റിയാച്ചോ, എപ്പടി ഞാൻ ചുളുക്കം മാറ്റിയാച്ചോ, എപ്പടി ഞാൻ നിഷ്കളങ്കിയാക്കിയാച്ചോ, എപ്പടി ഞാൻ വിശുദ്ധീകരിച്ചോ, ഞാൻ അതേപോലെ ഞാൻ അവളെ തേജസ് കൊടുത്താൽ അതിന് ഞാൻ എന്നാ ചെയ്തു? ഞാൻ എന്നെ തന്നെ കൊടുത്തു എന്ന് ഇங்கே ആണ്ടവർ ചൊല്ലുകയാണ്. തന്നെത്താൻ അവക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ, അതായത് ആരുടെ ഫോഴ്സിലല്ല ഏൽപ്പിച്ചു കൊടുത്തത്. ആണ്ടവർ വളരെ ക്ലിയറായിട്ട് ഞാൻ തന്നെത്താനെ അവക്ക് കൊടുത്തു. அதுதான் நேசம்னு சொல்லுது. നമ്മൾ ആരെങ്കിലും ഇപ്പം നിങ്ങൾ നേസം പണണമെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ആരെങ്കിലും ചൊല്ലുമ്പോൾ നേസം കാണിക്കുന്ന അല്ല നേസം. നമ്മുടെ നേസം നമ്മുടെ ഹൃദയത്തിലിരിക്കണം. നമ്മൾ നേസം പണിക്കൊണ്ടേയിരിക്കണം. അതായത് നേസം നമ്മൾ കൊടുക്കുമ്പോൾ തൻ്റെ ഭാര്യ ശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ള ഒരു പൊണ്ടാട്ടിയായിട്ട് മാറിയിടും. അന്നേരം ആണ്ടവർ നമ്മളിൽ നിന്നും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ആവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. കണ്ടോ, ഇങ്ങനെ എന്നാ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ പറ്റി ചൊല്ലിയിട്ട് ഇപ്പം ആരെ പറ്റി ചൊല്ലുക? ഭർത്താക്കന്മാരെ. അതായത് കണവരെ പറ്റി ഇങ്ങനെ ചൊല്ലുക. കണവർ എന്നെ എപ്പടി ഇരിക്കണമെന്ന് ഇങ്ങനെ ചൊല്ലുകയാണ്. ஆவண்ணம் மீன்ஸ் எப்படி ஆண்டவராய இயேசு கிறிஸ்து இருந்தாச்சு, அல்ல നമ്മുടെ കണവരായ യേശു ക്രിസ്തു ഇരുന്നാച്ച്, അല്ലെങ്കിൽ എപ്പടി നമ്മളെ നേസിച്ച് അതേപോലെ നമ്മൾ എന്നാ பண்ணണം? നമ്മുടെ മനവിയെ അല്ലെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടിയെ നേസിക്കണം. അതുകൊണ്ട് ആവണ്ണം താൻ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങൾ പോലെ സ്നേഹിക്കേണ്ടതാകും. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം എന്നാ തിരിയുക? സ്വന്തം ശരീരം എന്ന് ചൊല്ലിയാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പണ്ണും?
ഇമ്മീഡിയറ്റ്ലി മറ്റേ കൈ പോയി അതിനെ തലോടും, അല്ലെങ്കിൽ അതിനെ കാമാക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയ മരുന്ന് കൊടുത്തിടും, അല്ലെങ്കിൽ മാത്ര കൊടുത്തിടും, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കും. അതേപോലെ താൻ ആണ്ടവർ എന്നാ ചെയ്യുക? ആണ്ടവരുടെ നേസം നമ്മളെ കാണിക്കുക. എനിക്ക് എൻ്റെ ടൈം എങ്കിൽ മുടിഞ്ഞാച്ച് ഞാൻ ഇത് നമുക്ക് നാളെ നമുക്ക് അതിനെപ്പറ്റി വിസാരിച്ചിടാം. ഇங்கே നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തു ഇപ്പൊ എന്നെ പണ്ണുക? ஆண்டவராയ യേശു ക്രിസ്തു സ്വന്തം ആണ്ടവരായ യേശു ക്രിസ്തു എന്നാ പണിയാച്ചേ അതേപോലെ താൻ നമ്മുടെ മനവിയോട് നമ്മൾ പണ്ണണം. അതാണ് എനിക്ക് അതായത് നമ്മുടെ പൊണ്ടാട്ടിയോട് ചൊല്ലണം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ അവളെ നേസിക്കണം. അത് എത്രമാത്രം നേസിക്കണമെന്ന് ചൊല്ലുക. ഇതിലൊരു കണ്ടീഷനേ കിടക്കാതെ ആണ്ടവർ സഭയെ നേസിച്ചത് കണ്ടീഷൻ ഇല്ലാതെ നേസിച്ചത്. നമ്മൾ എപ്പോഴും ചൊല്ലും, എനിക്ക് എൻ്റെ ഭാര്യ അപ്പടി ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനും നേസിക്കാതെ. ഇങ്ങനെ കണ്ടീഷൻ ഒന്നുമേ കൊടുക്കാതെ ആണ്ടവർ ചൊല്ലിക്കുക, ഞാൻ എപ്പടി എൻ്റെ മനവിയെ നേസിച്ചോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ നേസിച്ചോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊണ്ടാട്ടിയെ ഞാൻ നേസിച്ചോ, അതേപോലെ നിങ്ങളും നേസിക്കണം. നേസമാണെങ്കിൽ മുഖ്യ കാരണം. നീ നേസിക്കാതിരിക്കുന്നെങ്കിൽ നീ എന്നാ പണ്ണുക? ആണ്ടവർക്ക് ചിത്തം ചെയ്യാതെ നമ്മൾ മാറിയിടും. ഞാൻ ഇങ്ങനെ നിർത്തുവാണ്. എൻ്റെ ടൈം മുടിഞ്ഞാച്ചേ. നമ്മൾ 44-ാം എപ്പിസോഡാണ് നമ്മൾ വിസാരിച്ചത്. നമ്മൾ എന്നാ വിസാരിച്ചത്? ആണ്ടവർ എപ്പടി തൻ്റെ പൊണ്ടാട്ടിയെ നേസിച്ചു, അതേപോലെ നമ്മളും നമ്മുടെ മനവിയെ നേസിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടിയെ നേസിക്കണം എന്ന് ആണ്ടവർ ചൊല്ലുക. അത് ആണ്ടവർ എത്രമാത്രം, അതായത് അതിൻ്റെ ലിമിറ്റേഷൻ അതിൻ്റെ ലിമിറ്റേഷൻ ഒന്നുമേ കിടക്കാതെ ആണ്ടവരെ നേസിച്ചാച്ചേ, അതേപോലെ നമ്മളും ഒരു കണ്ടീഷനും വെക്കാതെ നമ്മളെ മനവിയെ നമ്മൾ നേസിക്കണം എന്നെങ്കിൽ ചൊല്ലുക. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ നേരത്തെ ഞാൻ ചൊല്ലിയ മാതിരി എൻ്റെ നമ്പർ 979-184-3308 979-184-3308. അത് തന്നെ എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എന്നെ എപ്പം വേണമെങ്കിലും കൂപ്പിടാം. ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങളെ ചൊല്ലിടാം. ഞാൻ വചനത്തിൽ സത്യം നിങ്ങളെ ഞാൻ വിവരിച്ചിടാം. നീ കേട്ട് പാക്ക. അതായത് ഞാൻ ചൊല്ലുന്നത് ശരിയോ അല്ലയോ നിങ്ങൾ പാക്ക്. ഞാൻ ചൊല്ലുന്നത് ശരിയാണെന്ന് അല്ല ഞാൻ നോക്കേണ്ടത്, ആണ്ടവരുടെ വചനം ചൊല്ലിയ മാതിരി താൻ ഞാൻ പേശുന്നത് നിങ്ങൾ പാക്കണം. അപ്പടി പാത്താലേ എന്നെ പണാൻ പറ്റൂ. ആണ്ടവർക്ക് ചിത്തമാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് നാളേക്ക് പാത്തിടാം. ആണ്ടവർ എൻ്റെ വണക്കം നിങ്ങൾക്ക് എല്ലാവർക്കും. ആണ്ടവർ നിങ്ങളെ ഇന്ന് നിങ്ങളെ കൃപ ചെയ്യുമാറാകട്ടെ.